ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തേങ്ങാപ്പാലൊഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് 1/2 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതാദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയെല്ലാം നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഇത് വേവിച്ചെടുക്കാം. അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മസാലയെല്ലാം കുറച്ചുകൂടെ നന്നായി ബീഫിൽ പിടിച്ച് വരും. ഇപ്പോൾ ഒരു 1/2 hour ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 3 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തിയിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ചട്ടി ചൂടായി വന്നതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കാം. 10 ചുവന്നുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ് സ്മെല്ല് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എനിക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയുടെ റോസ് സ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി തന്നെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കുക്കറിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ബോയിലായി വരണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ ആദ്യം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം ബീഫിന് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സായി നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.